വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. നമ്മൾ സൺഡേ ഒക്കെ ആയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് റീൽസും ഒരു ചെറിയൊരു ഷൂട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പനമ്പള്ളി നഗർ നിൽക്കുവാണ്. സൺഡേ ആയതുകൊണ്ട് ഇവിടെയൊക്കെ ഭയങ്കര ശാന്തം. പനമ്പള്ളി നഗരൊക്കെ കാണിച്ചു കൊടുക്കും. പനമ്പള്ളി നഗരൊക്കെ ഭയങ്കര തിരക്കൊന്നുമില്ല നിൽക്കുവാണ്. ഇനി വൈകിട്ടൊരു സമയമാകുമ്പോഴത്തേക്കും ഇവിടെ മൊത്തം ആളാവും. അപ്പോൾ അതിന് മുന്നേ കുറച്ച് ഫോട്ടോസ് ഒക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ ഫോട്ടോഗ്രാഫർ എത്തിയിട്ടില്ല. നമ്മുടെ ഫോട്ടോഗ്രാഫറിനെ കാത്തിങ്ങനെ പനമ്പള്ളി നഗറിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഔട്ട്ഫിറ്റിലാണ് ഞാൻ ഫോട്ടോ എടുക്കുന്നത്. താഴെ ഒരു കണക്ക് ഇതിലാണ് ഞാൻ ഫോട്ടോ എടുക്കുന്നത്. പിന്നെ കുറച്ച് റീൽസ് ഒക്കെ എടുക്കണം. അപ്പോൾ നമ്മൾ ഫോട്ടോഗ്രാഫറിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ എവിടെയെങ്കിലും സീറ്റിൽ ഇരിക്കാം. ഇവിടെ കുറച്ച് ഭാഗത്തൊക്കെ വെയിലില്ല. അപ്പോൾ എവിടെയെങ്കിലും ഒരു സീറ്റ് കണ്ടുപിടിച്ച് നമുക്ക് ഇവിടെ ഇരിക്കാം. അപ്പോഴത്തേക്കും ചേട്ടൻ എത്തും. അപ്പോൾ ഗൈസ് കമോൺ. അപ്പം അങ്ങോട്ട് നടക്കുവാണ്. ഇവിടെ ആണെങ്കിൽ ഭയങ്കര വെയിൽ. അപ്പം ഭയങ്കര വെയിൽ. ഫോട്ടോ എടുക്കുന്നതിന് മുന്നേ ഞാൻ കരിഞ്ഞു പോകുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ദീപക്കേട്ടനെ നോക്കി ഇവിടെ നിൽക്കുവാണ്. ദീപക്കേട്ടനാണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ. അപ്പോൾ പനമ്പള്ളി നഗർ ഭയങ്കര ശാന്തം. സാധാരണ ഈ സമയത്ത് നല്ല തിരക്കൊക്കെ ഉണ്ടാകുന്നതാണ്. സാധാരണ ഈ സമയത്ത് ഞാൻ ഇങ്ങനെ വന്നിട്ടില്ല. വൈകുന്നേരങ്ങളിൽ ഭയങ്കര തിരക്കാണ്. അപ്പം നല്ല ഭംഗിയുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ കുറേ പേര് ഉറങ്ങുന്നുണ്ട്. ഓരോ ഇതിനടുത്ത് ഓരോ ടൈം. ചെസ് നമ്പർ 2, ചെസ് നമ്പർ 3. ഇതെന്ത് യക്ഷിയോ? അയ്യോ പല്ല്. അങ്ങോട്ട് നടക്കാവോ? എനിക്കതിലിരിക്കാനാ. കിടക്കാവോ? ഇക്കിള് വീഴുന്നുണ്ടോ? ആ ഓക്കെ, താങ്ക്സ് ബ്രോ. ഇവിടെ ഇരിക്കും. അനുസരണമുള്ള പറ്റി. ശാന്തസുന്ദരമായ അന്തരീക്ഷം. വെയിലൊന്ന് കുറഞ്ഞായിരുന്നെങ്കിൽ ഒരു സമാധാനമായിരുന്നല്ലേ. ദീപക്കേട്ടനെ കാണുന്നില്ലല്ലോ ഗായ്സ്. നമ്മൾ ഫോട്ടോഗ്രാഫറിനെ നോക്കിയിട്ടിരിക്കുവാണ്. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഉറങ്ങും ഗൈസ്. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഉറങ്ങാറായി. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് എല്ലാവർക്കും എന്താണ് പരിപാടി? എനിക്കൊന്ന് ഓഫീസിൽ പോകണ്ടാത്തതുകൊണ്ട് ഞാൻ രാവിലെയൊക്കെ ഭയങ്കര ലേറ്റായിട്ട് എണീറ്റെല്ലാം മെല്ലെ ചെയ്ത് സുഖം ഉണ്ടായിരുന്നു. പക്ഷെ സൺഡേ നമുക്ക് പെട്ടെന്ന് അങ്ങ് തീരും. വർക്കുള്ള ദിവസമാണെങ്കിൽ കുറച്ച് പോകാനൊക്കെ പാടായി. സൺഡേ ഒരു ദിവസം ഉള്ളതുകൊണ്ട് നമുക്ക് പരിപാടികൾ കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് തീർന്നു പോകും. അപ്പോൾ ഇന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെക്കണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ഇന്ന് ഈ ഒരു വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ തോന്നുന്നു. അപ്പോൾ അപ്പോഴത്തേക്കും നമുക്ക് റീൽസ് എടുത്ത് വെച്ചാലോ, അല്ലെങ്കിൽ ദീപക്കേട്ടമായിട്ട് നോക്കും. അപ്പോൾ നമ്മൾ നോക്കിയിരിക്കുവാണ്. പുള്ളിക്കാരൻ ഇപ്പോൾ ഇറങ്ങിയെന്ന് പറഞ്ഞു, എത്തിയിട്ടില്ല. അപ്പം നമ്മൾ പനമ്പള്ളിയിൽ ഇരിക്കുവാണ്. ഞാനാണെങ്കിൽ ചോറും കഴിച്ചില്ല. കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റായിട്ട് കഴിച്ചുകൊണ്ട് ഞാൻ കരുതി ചോറ് പിന്നെ കഴിക്കാമെന്ന്. അപ്പോൾ ഇവിടെ ഇരിക്കുവാണ്. എന്തായാലും ഞാൻ വീഡിയോ കട്ട് ചെയ്യുമോ? ഞാൻ ഒരു വെള്ളം കുടിച്ചിട്ട് വരട്ടെ. ഗൈസ്, വളരെ നേരത്തെ നമ്മുടെ ഫോട്ടോഗ്രാഫറും ടീമും വന്നിട്ടുണ്ടല്ലേ. സജിനെ കാണിക്കത്തില്ല. സെറ്റ് ചെയ്യണോ ക്യാമറ? നോക്കട്ടെ എന്ത് ചെയ്യുമോ. ഞാൻ വണ്ടി ഇടിച്ചാവാൻ പോയെന്ന് പറയുന്നത്. ക്യാമറ എടുക്കണം. യെസ്. ദീപക്കേട്ടനോടെ അപ്പൊ അതേ നമ്മൾ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ദീപക്കേട്ടൻ വന്നിരിക്കുകയാണ് ഗായ്സ്. നമ്മൾ ഫോട്ടോ എടുക്കാൻ പോവാണ്. റീലാണോ? റീലെടുക്കാണോ? ഞാൻ ഇങ്ങോട്ട് പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് എനിക്ക് കണ്ണ് കാണാത്തതാണ് ഭയങ്കര സിനിമത്തിൽ കൂടുതലുണ്ട്. നമ്മളെ റീൽ എടുക്കാൻ പോണം. ഈ റീലാണ് നമ്മൾ എടുക്കുന്നത്. കാരണം വേറെ ഇവിടെ അപ്പോഴത്തെ കൈയുടെ വീട്ട് കൂടെ കിട്ടും. ഇതിനകത്ത് മാറ്റി നടത്തി ഇവിടെ വരെ പറ്റി ഷൂട്ട് ചെയ്യാം. ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്യാം. പക്ഷെ ഓരോ ടൈമില് അന്ന് എല്ലാം കേടും. നമുക്കിത് ഡോളിസോം ചെയ്യാൻ പറ്റുമോ? ഉണ്ട് ഡോളിസോം
അതായത് ഞാൻ പിന്നെ നിൽക്കാതെ ഇവിടെ ഫോക്കസ് ചെയ്തിട്ട് മുമ്പോട്ട് സൂം ചെയ്യില്ല. സ്പീഡിൽ കണ്ടല്ലേ മനസ്സിലാകത്തോളം തോന്നുന്നു. ആ മുമ്പോട്ട് ചെയ്താൽ മതി. അപ്പോൾ എഡിറ്റിങ്ങിൽ സൂമോട്ട് ചെയ്തോളൂ. അപ്പോൾ ബോൺസ് മാറ്റണം. ഉണ്ണി അതെടുത്താ എന്താ ലിറിക്സ് പാടണോ? വേണ്ടല്ലോ. പറയണം. ഒന്നോട് നോക്കണം. ഞാൻ കളിക്കുന്ന റെഡിയാണോ നോക്കണം. അല്ലേ ആ കളിക്കും. ഇങ്ങനെയാണോ കാണിക്കുന്നത്? ബാക്കിൽ നിന്ന് കാലെടുത്ത് ഫ്രണ്ടിലോട്ട് വെക്കുമെന്ന് തോന്നുന്നല്ലേ? വാ ഗൈസ്, ഞാൻ വീഡിയോ പഠിച്ചു കഴിഞ്ഞു. എന്നെക്കൊണ്ട് പട്ടിപ്പണി എടുക്കണം ഗൈസ്, പട്ടിപ്പണി. ഒരു മനുഷ്യന് മനസ്സിലാവാത്ത റീലിങ്ങനെ ചേട്ടാ പോസ്റ്റ് ആണല്ലോ. ചൂടെടുക്കുന്നു. ഇങ്ങോട്ട് പറയണോ എന്തോ പറയാനാന്ന് പറ. ചൂടെടുത്തിട്ടായി എനിക്കിപ്പോ. റെഡിയാണ്, റോളിംഗ് ആണ്. റെഡി പറയണേ, റെഡി പറയണേ. റോളിംഗ്. ഇങ്ങനാണോ വരുന്നത്? അത്യാവശ്യമായിട്ടൊന്ന് പാലക്കാട് വന്ന് ഓർമ്മല്ലേ? അത്യാവശ്യം ഒന്നും പറഞ്ഞു ഇച്ചിരി വരുന്നോ? എനിക്ക് ഈ സെയിം സാധനം കൂടെ ചെയ്തു. ഇവിടെ തന്നെ അതുകൂടെ ചെയ്തു. നമ്മുടെ ചെയ്തില്ലേ അത്ര റാൻഡം ആയിട്ട് ചെയ്തു. കൂടത്തിൽ വന്നോളൂ. മതി എന്ത് ചെയ്തു. ചിരി വരുന്നുണ്ട്. ഇപ്പൊ ആ ക്ലിപ്പ് കളഞ്ഞു. ഇങ്ങനാണോ കാണിക്കുന്നത്? എന്താ പറയാനുള്ള ഈ ഷൂട്ടിനെ പറ്റി? ശ്രദ്ധിക്കാത്ത കൊച്ചിങ്ങനെ ക്യാമറ ഓൺ ആക്കിയിട്ടില്ല ഞാൻ. ഓക്കെ റെഡി. ചുമ്മാ സാഗ് ചെയ്തോ.
കട്ട് എടുക്കാം. ക്യാമറ ഫേസ് ചെയ്യണേ, ചിരി വരുന്നത്. ഷോട്ടില്ലേ നിങ്ങളിതിപ്പോണ്ടല്ലോ നേരെ പാൻ ചെയ്താൽ മതി, മുമ്പോട്ട് ചെയ്യുക. അത് കുഴപ്പമില്ല. അത് മാക്സിമം വൈകിട്ട് ഇറങ്ങിയിട്ട് അവിടെ വന്നാടാ ചെയ്യുമ്പോഴത്തേക്കും സൈഡ് കട്ടായി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഞാൻ ബാക്കോട്ട് സൂമോട്ട് ചെയ്തോളാം. അപ്പോൾ ഒരു ഓടിസും വായിക്കോളൂ. ട്രാക്കിംഗ് കേട്ടത്തില്ലേ? ഫ്രണ്ട് ഉണ്ടോ എടുത്തു. അത് നിങ്ങൾ നടക്കണം, 2 സ്റ്റെപ്പ് മുമ്പോട്ട് പോകണം. അവിടെ സ്റ്റെപ്പ് അവിടെ സിഗ്നൽ നീ അവിടെ ഇരിക്കുന്ന സ്റ്റിൽ എടുക്കണ്ടേ? അത് നീ റേസ് പറഞ്ഞപ്പോട്ടെ കിട്ടൂല. ഓക്കെ ഉറങ്ങല്ലേ? അത് കാണിക്കണ്ടോ? പോട്ടെ. 1 2 3 4 5 6 7 മതി. എന്നാ വീലുണ്ട് ഇടതേയും വലതേയും മാത്രമേ അല്ലാതെ അല്ല അല്ല ഉണർന്നു സ്വഭാവം ചാടിക്കൂ, ചാടി ചാട്, നിസാരമായി ചാടി. ഷടാ പിന്നെ നിങ്ങൾക്ക് കയ്യിലെടുക്കാൻ പറഞ്ഞത് എടുക്കാൻ പറ്റുമോ? എനിക്കൊരു പോസ് പറഞ്ഞു തരൂ. നടന്ന് ഇവിടെ എഴുതിയാ ആ പോസ് മാറല്ലേ? നിൽക്കാൻ പറ്റില്ല, ആട്ടമുണ്ട്, കാറ്റ്. ആ എടി നീ അവൻ്റെ അടുത്തോട്ട് വന്നേ, കുറച്ച് മുമ്പോട്ട് കയറുവാനെ, നടക്കുന്ന പോലെ കുറച്ചുകൂടെ ഫ്രണ്ടോട്ട് വാ. നീ അവന് മുമ്പിലോട്ട് നടന്നോ നടന്നോ. ആ കുറച്ച് റൈറ്റിങ് വാ, റൈറ്റിങ് വന്നേ. ആ ഉള്ളു തിരിഞ്ഞ നീ ഇങ്ങോട്ട് തിരിഞ്ഞ്. ആ നടക്കുന്നൊരു പോസ്. യാ ഫേസ് നീ ക്യാമറ കൊടുക്കും. വരണ്ട, നീ വരണ്ട, നടക്കാൻ പോസ് കിട്ടിയാൽ മതി. നടക്കാൻ പറയാൻ പറ്റില്ലോ, നീ ഇത്ര ഇങ്ങനെ സ്വിങ് കൊടുത്താൽ മതി. ഫ്രണ്ടും ബാക്കും നടക്കുന്ന സാധനം. ക്യാമറയിൽ കൊടുത്തേ നീ ഫോട്ടോ എടുക്കണ്ട. ആ പോര്, നീ അങ്ങോട്ട് നീ ഇങ്ങോട്ട് രണ്ട് വഴിക്ക് പോകട്ടെ. അടുത്ത ദിവസം ഇടാം. രണ്ട് വഴിക്ക് പോകണം. ആ നടന്നോ ആരെങ്കിലും ബ്ലറായിട്ട് കിട്ടും. തൊട്ട് ബാക്ക് ഇത് സ്ലോമോ ഇത് കൂടെ ആക്കിത്തരാം, മറ്റേ ഫ്രീസ് ആയി പോകുന്ന രീതിയിൽ വേണോ? എങ്ങനെ? ആരെങ്കിലും ഒരാൾ ഫ്രീസ് ആക്കി തരാം. നീ മൂവ് ചെയ്തു നീ ഫ്രീസ് ആയിട്ട് നീ അവിടെ തന്നെ പോസ് ചെയ്യുക. നീ മൂവ് ചെയ്യും. ആ സംഭവം സെറ്റപ്പ് ഫോട്ടോ സമയം വേണം ഫോട്ടോ. എനിക്ക് ആ ബ്ലാക്ക് ടീഷർട്ടിൽ ഫോട്ടോ വേണം. അവിടെ വെട്ടാക്കി വിട്ടു നമുക്ക് അവിടെ എടുക്കാം. സെയിം സാധനം മരണം വരെ മരണമൊക്കെ പിന്നെ വരുത്താം. നമുക്ക് ബാക്കി എടുത്താലും ശരി.
അതെങ്ങനെ ഏട്ടാ ഒരു ചാട്ടിലാടുമ്പോ ആ ഫോട്ടോ പെട്ടെന്ന് കിട്ടും. ഗൈസ് നമ്മുടെ വ്ളോഗ് എന്തിയാണ് ഇപ്പൊ സമയം 5:30 ആയിട്ടുണ്ട്. നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞു, നമ്മുടെ റീൽസ് ഒക്കെ എടുത്തു. അപ്പോൾ നമുക്ക് പാക്കപ്പ് ചെയ്യാം. ടാറ്റ കാണിച്ചേ. ക്രൂസോ അഖിൽ ക്രൂസോ ഗൈസ് ടാറ്റ കാണിക്ക്. ബൈ കൊടു ബൈ കൊടു. ടാറ്റാ ടാറ്റാ ബൈ ഗൈസ്. അപ്പം നമ്മളെ വീട്ടിലോട്ട് പോവാണ് ഗൈസ്.